मिट जाए गम, बोलो सुबह शाम हरे कृष्णा हरे राम, दम मारो दम, मिट जाए गम, बोलो सुबह शाम हरे कृष्णा हरे राम। दुनिया ने हमको दिया क्या, दुनिया से हमने लिया क्या, हम सबकी परवाह करें क्यों, सबने हमारा किया क्या। दम मारो दम, मिट जाए गम, बोलो सुबह शाम हरे कृष्णा हरे राम। दम मारो दम, मिट जाए गम, बोलो सुबह शाम हरे कृष्णा हरे राम। चाहे जिएंगे मरेंगे, हम ना किसी से डरेंगे, हमको ना रोके ज़माना, जो चाहेंगे हम करेंगे। दम मारो दम, मिट जाए गम, बोलो सुबह शाम हरे कृष्णा हरे राम। നൈസ് നൈസ് മോള്. അച്ചു ചേച്ചി ഷോ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അച്ചു എന്ന് വിളിച്ചപ്പോ എന്തോ സോറി അശ്വതി അച്ചു മതി. അച്ചു മതിയോ? എന്നാ അച്ചു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. Thank you, ചേച്ചി. പിന്നെ അച്ചുവിന്റെ ശബ്ദത്തിനെ കുറിച്ച് നമ്മൾ എല്ലാരും ഇവിടെ സംസാരിക്കാറുള്ളതാണ്. ഇപ്പൊ രണ്ട് ശബ്ദമൊക്കെ Sure. അല്ലേ? എനിക്ക് ഹൈ ഇത്രയും പോലെ എത്തുന്നുണ്ടായിരുന്നില്ല. ആ. അതായത് ഞാൻ വരുമ്പോ ഭയങ്കര ബേസിൽ പാടുന്ന ആളാ. പെട്ടെന്ന് ഹൈയിലേക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ആയി വരണേ ഉള്ളൂ. കുഴപ്പമില്ലാണ്ട് എത്തി തുടങ്ങണു. ഓക്കെ ചോദിക്കാം നമുക്ക്. ഷാനിക അശ്വതി അച്ചു. സാർ അശ്വതി അച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പാറു വരെ പറഞ്ഞ പോലെ ഭയങ്കര വേഴ്സറ്റൈലാണ്. എന്ത് കൊടുത്താലും ആഹാ എന്നും പറഞ്ഞിട്ട് ആ വോയിസ് ഭയങ്കരമായിട്ട് മോഡുലേറ്റ് ചെയ്തിട്ട് പാടാൻ പറ്റുന്നുണ്ട് അശ്വതി. അത് അങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ നല്ല ആ ഒരു വോയിസിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ട്രാൻസ് പാട്ടാണ്, ഒരു ട്രാൻസി മൂഡിലുള്ള അതിൻ്റെ വിഷ്വൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഹരേ പിന്നെ അല്ലേ ഹരേ കൃഷ്ണ ഹരേ രാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർഷൻ. പിന്നെ എൻ്റെ ഒരു ഭയങ്കര പെക്യുലർ ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഉള്ളത് ദമ്മാരോ ദമ്മാണ്. അനുപല്ലവി വളരെ ഷോർട്ടാണ്, ചരണവും ഷോർട്ടാണ്, ദമ്മാരോ ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ആ ഒരു ട്രാൻസി ഫീലുള്ളൊരു പാട്ട്. അത് ഒരുവിധം ഒക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ സാർ. ഇത് മോഡുലേറ്റ് ചെയ്തിട്ട് പാടിയില്ലെങ്കിൽ ഈ പാട്ട് വർക്കാവില്ല. ഇത് ആ ഒരു വോയിസിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ. അച്ചു സാർ അച്ചുവിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സാർ. ഒരു എന്താ പറയണ്ട, ഒരു മെർമെയ്ഡിനെ പോലെ ഉണ്ട് കാണാൻ. ഇവരൊക്കെ മെർമെയ്ഡിലല്ലേ താമസിക്കുന്നത് സർ? പണ്ടത്തിൽ സർ, ഷാനിക, നമുക്ക് please. അവളെ നമുക്ക് മെർമെയ്ഡിലേക്ക് വിടാം. നിങ്ങൾ വരൂ.
പല്ലൂര്. കത്തി താഴെയിട്. എനിക്ക് സാറിന് മാത്രം തമാശ പറഞ്ഞാൽ എനിക്ക് പറയണ്ടേ? നല്ല തമാശയായിരുന്നു സാർ അത്. പോട്ടെ, സാരില്ല, സമയമില്ല. എന്നോട് ക്ഷമിക്കണോ? എന്നോട് ക്ഷമിക്കണം രണ്ടുപേരും. ഒരാള് കാല് നീട്ടി കൊടുക്കണ്ട്. കണ്ടാ കൊള്ളായിരുന്നെന്ന്, എന്നിട്ടാണ് എന്നെ തല്ലാ. അനുരാഗത്തിന്റെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടുത്തൊക്കെ കിട്ടുന്ന ആദ്യമായിട്ടാ. ഷാനിക്ക, ഇടയ്ക്ക് ഞാനും സ്കോർ ചെയ്തോട്ടെ. ചിരിക്ക്. ഓ, ഹിന്ദി പോയോ? പാറു, ആ സർ. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓ താങ്ക് യു സാർ. ഹൈ ക്വാളിറ്റി ജോക്ക്. ഞാൻ എഴുതി വെച്ചു പേപ്പറിൽ. ഓ സാർ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പറ. വീട്ടിൽ പോയിട്ട് എൻ്റെ വൈഫിനോട് പറ. വൈഫിനെ വിളിച്ചിട്ട് മെർമെയ്ഡിനെ പറ്റി ഒരു ജോക്ക് പറയാം. അച്ചു, സാർ നല്ല രസമുണ്ടായിരുന്നു അച്ചു പാടിയത്. താങ്ക് യു സാർ. പ്രധാനമായിട്ട് ഇതിന്റെ റെപ്പിറ്റേഷനൊക്കെ ഇത് തന്നെയാണോ? ഇത് കുറച്ചും കൂടി ഇല്ലേന്ന് എനിക്കൊരു എന്റെ മനസ്സ് ഇങ്ങനെ തീർന്നു പോയി. ചടവെന്നങ്ങ് തീർന്നു. ഞാൻ നോക്കിയ ഓടിയ ഇതായിരുന്നു മാക്സിമം കണ്ടത് ടൈം. അതുപോലെ ദുനിയ അതൊക്കെ പാടുന്നതിന് ഏതൊരു എന്നൊരു സാധനമൊക്കെ ഇല്ല, അതൊക്കെ പാടിയോ? പാടി. വല്ലാത്ത മെർമെയ്ഡായി പോയല്ലോ ഇത്. ഇവിടെ നന്നായിട്ട് പാടി കേട്ടോ. ഇത് ശ്രുതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതാണ് ഒറിജിനൽ. Same ആണ്. നൈസ് നൈസ്, കൊള്ളായിരുന്നു. ആ മേളിലുള്ളതും ഒക്കെ ഇപ്പൊ സ്ട്രെങ്ത് ഉണ്ട്. പാറു, ദം മാറോ ദം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അച്ഛനറിയാമോ? ദമ്മാറോ ദം. എന്താണ് എന്ന് പറഞ്ഞാൽ കണ്ണി കുത്തുവന്നോ? എന്താണ്? ഒന്നുകൂടെ കാണിക്കോ ഷാനിക്ക, ഞാൻ കണ്ടില്ല. പറ്റത്തില്ല. ആ, സിഗരറ്റ് വലിക്കാന്ന്. സിഗരറ്റോ? സിഗരറ്റ് അങ്ങനെ വേണ്ട. ഐ റിഗ്രറ്റ്. മീ ടു. ഓ, അവിടെ എല്ലാം അറിയാവുന്ന ഒരാൾ ഇരിപ്പുണ്ട്. മൈക്കൊക്കെ റെഡിയാക്കി പറഞ്ഞോ. ശ്രേയ പറഞ്ഞത് ബിരിയാണിയുടെ ദമ്മാണെന്നാണ്. ഞാൻ ആക്ച്വലി അത് പറയാനിരുന്നതാ. ഇനി നിങ്ങൾ അടിക്കണ്ടല്ലോ എന്ന് എനിക്ക് ആ ശ്രേയൊക്കെ നാട് കടത്തേണ്ട സമയമാണ്. സ്പോട്ട് എലിമിനേഷൻ ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടോ? ശ്രേയ ഞാനത് പറയാഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയപ്പോ അച്ചു, എനിക്ക് ആ റെപ്പറ്റേഷൻ ഇനി ഉണ്ടായിരുന്നോ എന്നൊരു, അതങ്ങനെ നമ്മൾ കേട്ട ഒരു ഫീൽ, അതെനിക്ക് ഇനി ചിലപ്പോ എനിക്ക് മാത്രം തോന്നി എന്റെ ഭ്രാന്തമായ വികാരം ആണോ? ഇപ്പൊ 2 ഭ്രാന്തന്മാരുണ്ട് ഇവിടെ. അതേ ഉള്ളൂ. നന്നായിട്ടുണ്ട് കാര്യം. ഇത് മുകളിലൊക്കെ പാടി എനിക്ക് ഇഷ്ടമായി. മറ്റേത് അച്ചുവിന് 2 വേറൊരു ലെവലിലൊരു ശബ്ദം വരുന്നതാണ്. എന്നാലും ഇതിനുണ്ട് അത് അത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു. നന്നായിരുന്നു അച്ചു. താങ്ക് യു സാർ. ഗുഡ്. താങ്ക് യു സാർ. സാർ, ആ ദമ്മാറോ ദം എന്താണെന്ന് പറഞ്ഞു. അത് നീ കൊണ്ട് കാണിച്ച് എന്നെ കൊണ്ട് കൂടെ കാണിക്കണം. ദമ്മടോ, തമിഴിൽ പറയത്തില്ലേ ഒരു ദം അടിക്കലാം മാമ, അത് തന്നെ ഇത്. ഓക്കെ ചേച്ചി. അച്ചു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. റോസാപ്പൂ ആണോ അത്? കാണട്ടെ. നല്ല ഭംഗിയുണ്ട്, തിളങ്ങിക്കൊണ്ടിരിക്കുക. ഒറിജിനൽ അല്ല. അല്ല, ആർട്ടിഫിഷ്യൽ അല്ല, എന്തായാലും സുന്ദരിയായിട്ടുണ്ട് കാണാൻ. കോറസ് ഹരേ കൃഷ്ണ ഹരേ റാം. പിന്നെ വളരെ നല്ല സെലക്ഷൻ. ഇത് ആശാജിയുടെ പാട്ടുകൾ എപ്പോഴും ഒരു വേദിയിൽ, ഇത് ഇന്നത്തെ തലമുറയിൽ പോലും പല വേദികളിലും എല്ലാവരും മ്യൂസിക് റീക്രിയേറ്റ് ചെയ്ത് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു പാട്ടാണിത്. ഇതെപ്പോൾ പാടുമ്പോഴും ആൾക്കാർക്കൊക്കെ ഒരു ജോഷാണ് ഇത് കേൾക്കാനും പാടാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ ഒരു വലിയ കയ്യടി. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, മോൾ ഈ ബേസ് ഒരുപാട് പാടുന്നുണ്ടല്ലോ. മോളുടെ വോയിസ് കുറച്ചുകൂടി ഒരു ബേസ് വോയിസ് ആണ്, അതിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ ചില സ്ഥലത്ത് അത് ഓവറായിട്ട് മോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരുന്നുണ്ട്. ദമ്മാരോ ദം അത്രയും ഫോഴ്സ് വേണ്ട. ആ ബേസ് വോയിസിലും നമുക്കൊരു സ്വീറ്റ്നെസ് വേണം. അപ്പൊ മോൾ അതെങ്ങനെ അതിനെ ഇപ്പൊ ഈ ഒരു പാട്ടിൽ എങ്ങനെയോ അത് ഹാൻഡിലായി. പക്ഷെ എല്ലാ പാട്ടും ഇതുപോലെ ആവണമെന്നില്ല. ഇപ്പൊ ബേസും അതേപോലെയുള്ള എല്ലാ ഒക്ടേവ്സിൽ പാടുമ്പോഴും അത് ഒരുപോലെ ഇരിക്കണം. ശബ്ദം ഒരു സ്ഥലത്ത് മാത്രം വല്ലാത്ത ലൗഡ്, നമുക്ക് കോൺഫിഡൻസ് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ലൗഡാക്കുക, പിന്നെ അല്ല അത്ര ഒരു സുഖം തോന്നാത്ത സ്ഥലത്ത് നമ്മൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ആ വോയിസിനെ വല്ലാണ്ട് ബാലൻസ് തെറ്റിക്കും. അപ്പം മോൾ അതൊന്ന് ശ്രദ്ധിക്കണം, അതിനെങ്ങനെ നമുക്ക് സ്വീറ്റ് ആക്കാം എന്നുള്ളത്. കാരണം ഇതൊരു ആശാജി പാടിയ ഒരു രീതി മോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി
ഹെൽപ്പ് ചെയ്യും മോളെ ഈ ഒരു പാട്ടിന് എങ്ങനെ ആ വോയിസ് കൊണ്ടുവരാം, ആ ടെക്സ്ചർ, ഒരു ചെറിയ വിബ്രാറ്റോ ഉണ്ട് എല്ലാത്തിലും, പ്ലെയിൻ അല്ല പാട്ട്. അത് ശ്രദ്ധിക്കുക. ഇപ്പം മോളിത് പഠിച്ചു, ഇനി ഇത് വേറൊരു വേദിയിൽ പാടുന്നതിന് മുന്നേ ഇത് കുറേ കൂടുതൽ കേൾക്കുക. അപ്പോൾ കുറേ സ്റ്റൈൽസ് അതിനകത്ത് നിന്ന് പുറത്ത് വരും, കുറേ കാര്യങ്ങൾ, എക്സ്പ്രഷൻസ് വരും. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ആണ് എനിക്കിതിൽ കുറച്ചുകൂടി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളത് ഒരു സജഷൻ മോളുടെ സിംഗിങ്ങിൽ. അല്ലാതെ വോയിസ് നല്ല സ്ട്രോങ് ആണ്. ശരത് സർ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം ഈ ഒരു പാട്ടിൽ മോളുടെ വോയിസ് നല്ല രീതിയിൽ മോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്യണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക. അച്ചു സാർ 8.3. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഞാനൊരു 8.7 മാർക്സ് തരും. താങ്ക് യു സർ. ഞാൻ എത്ര മാർക്ക് ഇട്ടു എന്നുള്ളത് ഞാൻ പറയില്ല, ഞാൻ പറയാം. അതൊരു സീക്രട്ട് ആണ്. 8.5. ഇല്ല ഇല്ല sir, അല്ല 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 തെറ്റി. ഓക്കെ, മോളെ മാർക്സ് ഇതാ ഗാനക്കുടത്തിലേക്ക്. താങ്ക് യു മാം. സോ ടോട്ടൽ 17. താങ്ക് യു. ഓക്കേടാ.